തിരക്ക് നിറഞ്ഞൊരു ഓഫീസ്, ഒരുപാട് ആളുകൾ വന്നു പോകുന്നുണ്ട്, ഒരുപാട് ഫയലുകൾ നിങ്ങൾക്ക് അലസമായിട്ട് ആ ഓഫീസിൽ ഇരിക്കുന്നത് കാണാം, ഒരുപാട് ആളുകൾ എന്തൊക്കെയോ ജോലി ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു ഓഫീസിനെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. യഥാർത്ഥത്തിൽ പകൽ സമയങ്ങളിൽ നമ്മൾ ഉറങ്ങാത്ത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ബ്രെയിൻ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നുണ്ടാവുക. കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ, നിങ്ങളൊരു യാത്ര ചെയ്യുന്ന സമയത്ത് ചുറ്റുപാടിൽ കാണുന്ന എല്ലാ കാഴ്ചകളും ഒരു CC ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നത് പോലെ നമ്മുടെ ബ്രെയിൻ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. നമ്മൾക്കുണ്ടാകുന്ന ഇമോഷൻസ്, അതുപോലെ തന്നെ നമ്മൾ കാണുന്ന വ്യക്തികൾ, നമ്മൾ കാണുന്ന കാഴ്ചകൾ, ഒരു ദിവസം നമുക്കുണ്ടായിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസുകളും, മെമ്മറീസും, അതുപോലെ തന്നെ നോളജുകളും എല്ലാം ഇങ്ങനെ അലസമായി കിടക്കുകയാണ്. ഇതിനെ ഓർഡർ ചെയ്യുന്നൊരു പ്രക്രിയ ഉണ്ടല്ലോ. ഓക്കെ, ഇങ്ങനെ അലസമായിട്ട് കിടക്കുന്ന ഒരു ഓഫീസിനെ ഓർഡർ ചെയ്യുക എന്നുള്ളൊരു പ്രവൃത്തിയാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിൽ നടക്കുന്നത്. ഇത് മാത്രമാണോ? ഒരിക്കലുമല്ല. നമ്മളുടെ മസിൽസ് റിപ്പയറിങ്, സെൽസ് റിപ്പയറിങ്, അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ പോലെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു 6 മണിക്കൂർ മുതൽ, അതായത് ഒരു 20 വയസ്സിന് മുകളിലുള്ളൊരു വ്യക്തി 6 മണിക്കൂർ മുതൽ 7-8 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങണമെന്നാണ് പൊതുവെയുള്ള പഠനങ്ങളൊക്കെ പറയുന്നത്. ചിന്തിച്ച് നോക്കൂ, നമ്മൾ അങ്ങനെയൊക്കെ ഉറങ്ങാറുണ്ടോ? അല്ലേ? നിത്യജീവിതത്തിൽ പല തിരക്കിൻ്റെയും ഇടയിൽ നമ്മൾ എന്താ പറയുക, എങ്ങനെയൊക്കെയോ ഉറങ്ങുകയായിരിക്കും. ചില ആളുകൾക്ക് വ്യക്തിപരമായിട്ടുള്ള പല കമ്മിറ്റ്മെൻറ്റുകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ ജോലിപരമായിട്ടുള്ള പലതരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവാം. ഇത് കാരണം ഉറക്കം ശ്രദ്ധിക്കാൻ കഴിയില്ല, കൃത്യമായിട്ട് ഉറങ്ങാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ ഡേനെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ലൊരു ബെറ്റർ സ്ലീപ്പ് നമ്മുടെ ബ്രെയിന് കൊടുക്കാൻ കഴിയും. ഇങ്ങനെ കൊടുക്കുന്ന സമയത്താണ് നിങ്ങളുടെ ബ്രെയിനിലുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസത്തിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടുകൂടെ നിങ്ങളുടെ ബ്രെയിനിന് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അടുക്കി വെക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെ അടുക്കി വെക്കാതെ ഇരുന്നാൽ എന്താ സംഭവിക്കുക? അങ്ങനൊരു ചോദ്യം ഉണ്ടല്ലോ. അതായത് ഇങ്ങനെ അടുക്കി വെക്കാതെ ഇരുന്നാൽ നമ്മുടെ മെമ്മറി പവറിനെ അത് ബാധിക്കും. അതായത് നമുക്ക് പെട്ടെന്നൊരു കാര്യം ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ട്. ചില ആളുകൾ പറയാറില്ല, എനിക്ക് അത് ഞാൻ ഇന്നലെ ഞാൻ പോയിരുന്നു, എനിക്കൊരു ഓർമ്മയില്ല, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഫയൽ ഞാൻ ഇന്നലെ എവിടെയോ വെച്ചിരുന്നു. ഇതുപോലെയുള്ള എക്സ്പീരിയൻസുകൾ നമുക്ക് തന്നെ ഉണ്ടായിട്ടുണ്ടാവും. മേ ബി ഇതിന് അതൊരു കാരണമായിരിക്കാം. അത് കൃത്യമായിട്ട് ഉറങ്ങാത്തത് നമ്മുടെ ബ്രെയിനിലുള്ള ഫയൽസൊക്കെ ഡിസോർഡറായിട്ട് കിടക്കാനും ഓർഡറായിട്ട് വെക്കാനുള്ളൊരു ടൈം കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെമ്മറി പവറിനെ സാരമായി തന്നെ ബാധിക്കും.